ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാവയുടെ ഒരു ഫീച്ചർ ഫോണാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് മൈക്രോഫോൺ വർക്ക് ചെയ്യണില്ല. ഫോണാക്കി കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ സംസാരിക്കണത്, ഈ ഫോണിൽ സംസാരിക്കണത് അപ്പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റണില്ല. അത് മൈക്രോഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇതിലൊക്കെ വരുന്നത് യൂണിവേഴ്സൽ മൈക്രോഫോണാണ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള മൈക്കാണ് വരുന്നത്. അത് നമുക്ക് ഇങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും, ഇപ്പോൾ ബ്രാൻഡ് ഇല്ല, ഏത് ബ്രാൻഡായാലും ഇങ്ങനത്തെ ഫോണിലൊക്കെ യൂണിവേഴ്സലായിരിക്കും. ഇപ്പോൾ സിമ്മൊക്കെ എടുക്കുന്നുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു സാധാരണ അടിഭാഗത്താണ് മൈക്രോഫോൺ വരാറ്, പക്ഷെ ഇതിൻ്റെയൊക്കെ വരുന്നത് ഈ ഒരു കീപാഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ ഹോൾ വരുന്നത്. ഈ ഒരു സെവൻ്റെയും സ്റ്റാറിൻ്റെയും ഒരു സൈഡിൽ കണ്ട, ഇതാണ് ഇതിൻ്റെ ഹോൾ. അപ്പോൾ ഈ ഒരു ഹോള് എന്തെങ്കിലും കയറി ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അത് ഇവിടുന്ന് എന്തെങ്കിലും ഇട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഇട്ട് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉള്ളിലേക്ക് പോകും. നമുക്കത് അഴിച്ചിട്ട് വേണം അത് നോക്കാനായിട്ട്. ഈ ഒരു ബാറ്ററി പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ സിം കാർഡ് ഉണ്ട്, ലാവ ജെം 21, ഇതാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഈ ഒരു സിം കാർഡും പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഈ സ്ക്രൂകൾ അഴിക്കണം. നമ്മൾ ഈ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്, എല്ലാം ഡിസസംബിളി ആക്കിയിട്ടുണ്ട്. 6 സ്ക്രൂ മൂരി. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും, ഒരു റബ്ബറിൻ്റെ ഒരു ബുഷൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന പാനലുണ്ടല്ലോ കീപാഡിൻ്റെ, ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് അതിൻ്റെ ഹോള്. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി ബ്ലോക്ക് ആയിട്ട് ഇരിക്കണില്ല. കറക്റ്റായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹോള്, ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയത് മൈക്രോഫോണിൻ്റെ കംപ്ലൈൻറ്റ് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ ഇതും കൂടി അയച്ചാലാണ് നമുക്കത് 100% ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം അവിടെ വെള്ളം കയറി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ പോവാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്, കാരണം വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത് അഴിക്കുമ്പോൾ ആ സ്ട്രിപ്പ് ഒന്നും അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് വേണം ഊരാനായിട്ട്. ഇപ്പോൾ ക്യാമറയുടെ സ്ട്രിപ്പൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്, സൂക്ഷിച്ച് വേണം അഴിക്കാനായിട്ട്. എന്തോ ലെഡൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ. നമുക്കിത് അഴിച്ചെടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇതിൻ്റെ മൈക്രോഫോൺ. ഇതാണ് യൂണിവേഴ്സൽ മൈക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാത്തിലും നമുക്ക് യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ബ്രാൻഡ് ഒന്നും നോക്കാതെ. ഇങ്ങനത്തെ വരുന്ന ഫോണുകളിലൊക്കെ 2 ലെഗിൻ്റെ അനലോഗ് വരുന്ന ഫോണുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഊരിയെടുത്തിട്ട് വേറെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ആകെ 2 ലെഗുള്ളൂ, ഒരു റെഡും ഒരു ബ്ലാക്കും വയർ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡിൽ. അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ വെച്ചാനുണ്ട് ഒരു സോൾഡറിങ് ഒക്കെ മാസ്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ വയ്ക്കാൻ പോണത്, പുതിയതായിട്ടുള്ള മൈക്ക്. ഇത് വെച്ചിട്ട് നമുക്കത് സോൾഡർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ ഫോണിലായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മാറ്റാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമ്മളത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് തിരിച്ച് സെറ്റ് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് കണ്ടിന്യൂറ്റി വെച്ച് വർക്ക് ചെയ്യുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.